ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രിയെ പിന്തുണച്ചുള്ള കോൺഗ്രസ് നിലപാട് നാടകമാണെന്ന് ബി.ജെ.പി. തന്ത്രിയെ പെരുങ്കള്ളനെന്ന് വിളിച്ച എം.വി. ഗോവിന്ദൻ ജഡ്ജിയല്ല എന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം കേരള സ്റ്റോറിയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. തന്ത്രിയുടെ അറസ്റ്റിനു പിന്നിൽ എന്തായിരുന്നു ലക്ഷ്യം? മന്ത്രിമാർ എന്തുകൊണ്ട് അറസ്റ്റിലായില്ല? ശബരിമലയിലേത് കൊള്ളയല്ല വീഴ്ചയാണെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതെങ്ങനെ? ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അനങ്ങാതിരുന്ന കോൺഗ്രസ് ഇപ്പോൾ തന്ത്രിക്ക് വേണ്ടി വാദിക്കുന്നു. പോലീസിനെ ദുരുപയോഗം ചെയ്ത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് എന്നതും SITയിൽ വിശ്വാസമില്ല എന്നും ബി.ജെ.പി. ആദ്യമേ സ്വീകരിച്ച നിലപാടാണ്. തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന് വിളിച്ച CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ജഡ്ജിയല്ലെന്നും സംസ്ഥാന അധ്യക്ഷന്റെ മറുപടി. എന്ത് ആലോചിച്ചിട്ടാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്? എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? എന്തുകൊണ്ട് വാസവനും കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് ജയിലിൽ പോയിട്ടില്ല? ഇത് ഒരു കവറപ്പാണ്. പോലീസിനെ ദുരുപയോഗം ചെയ്ത് സിസ്റ്റമിനെ ദുരുപയോഗം ചെയ്തിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരു തന്ത്രം CPM ഉപയോഗിക്കുന്നു. എന്നിട്ട് പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ഇപ്പോഴാണ് അവർ ഞങ്ങൾ ഈ ഒരു ഇഷ്യൂ മുമ്പോട്ട് വയ്ക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി അത് ചാടി പിടിക്കാൻ ശ്രമിക്കുന്നു. ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് കോർട്ട് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗോവിന്ദ മാഷ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അത് ക്ഷമിക്കണം, ഗോവിന്ദ മാഷ് ഒരു ജഡ്ജുമല്ല. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സർക്കാർ വേണ്ടത്ര നിക്ഷേപം നടത്തിയിട്ടില്ല. സാധാരണ ജനങ്ങളാണ് അതിന്റെ ഇരകളാകുന്നത്. എന്നാൽ അതൊന്നും പരിഹരിക്കാതെ കേരള സ്റ്റോറിയാണ് കേരള സർക്കാരിന് പ്രശ്നം. ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത CPM സർക്കാർ ഈ രണ്ട് മേഖലയിലും കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഇരകളാരാണ്? സാധാരണ കേരളീയൻ, സാധാരണ മലയാളിക്കാർ. ഇതിനെക്കുറിച്ച് 10 കൊല്ലം ഭരിച്ച CPMന് ഒന്നും പറയാനില്ല. എന്നിട്ട് ഇന്ന് അവർക്ക് പറയാനുള്ളത് എന്താണ്? കേരള സ്റ്റോറി. പുതിയ തലമുറയുടെ ഭാവിക്കും വികസനത്തിനുമാണ് ബി.ജെ.പി. നൽകുന്ന പ്രാധാന്യമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. എറണാകുളത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം, കൊച്ചി.